അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാനുള്ള രവിചന്ദ്രൻ അശ്വിൻ്റെ തീരുമാനം പലരെയും ആശ്ചര്യപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു. ലോകോത്തര സ്പിന്നർ എന്ന നിലയിൽ മാത്രമല്ല, ഇന്ത്യയിൽ നിലവിലുള്ളതിലെ ഏറ്റവും മികച്ച സ്പിന്നർമാരിൽ ഒരാളായ അശ്വിൻ എന്തിനാണ് ഇത്രയും വേഗം ഒരു സൂചന പോലും നൽകാതെ ടെസ്റ്റ് കരിയർ അവസാനിപ്പിച്ചത് എന്നതാണ് ക്രിക്കറ്റ് ആരാധകരും വിദഗ്ധരും ഒരുപോലെ ചോദിച്ച ചോദ്യം. 5 മത്സരങ്ങൾ അടങ്ങിയ ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പരയിലെ 2ാം ടെസ്റ്റിൽ അവസരം കിട്ടിയ അശ്വിൻ ആദ്യ ടെസ്റ്റിൽ തന്നെ ആ കടുത്ത തീരുമാനം എടുത്തിരുന്നതാണെന്നാണ് രോഹിത് ശർമ്മ പത്രസമ്മേളനത്തിൽ അറിയിച്ചത്. പിങ്ക് ബോൾ ടെസ്റ്റിൽ കളിക്കാൻ അശ്വിൻ വേണമെന്ന ടീമിൻ്റെ വാശിയിലും നിർബന്ധത്തിലും വഴങ്ങിയ താരം ഒടുവിൽ 2ാം ടെസ്റ്റ് കളിക്കുകയായിരുന്നു. എന്നാൽ 3ാം ടെസ്റ്റിൽ അവസരമില്ലാതെ കൂടി ആയതോടെ അശ്വിൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു. BCCIയും അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയെയും അശ്വിൻ വിരമിക്കൽ വാർത്ത അറിയിച്ചിരുന്നില്ല. സൂപ്പർ താരം വിരാട് കോഹ്ലിയെയും ഈ വാർത്ത അറിയിച്ചിരുന്നില്ല. ന്യൂസിലാൻഡിനെതിരായ 3 ടെസ്റ്റുകളിലെ തൻ്റെ പ്രകടനത്തിൽ അശ്വിൻ അതൃപ്തനായിരുന്നു. അവിടെ വെറും 9 വിക്കറ്റ് മാത്രമാണ് അദ്ദേഹം നേടിയത്. 2ാം ടെസ്റ്റിൽ ഇടം പിടിച്ച വാഷിംഗ്ടൺ സുന്ദർ പൂനെയിൽ മാത്രം 11 വിക്കറ്റ് വീഴ്ത്തി. അശ്വിൻ ഒരു ഇതിഹാസ താരമായതിനാൽ ഒരു തീരുമാനവും എടുക്കുന്നതിനെക്കുറിച്ച് സെലക്ഷൻ കമ്മിറ്റിയെ അറിയിച്ചിരുന്നില്ലെന്ന് ഒരു മുതിർന്ന BCCI ഉദ്യോഗസ്ഥൻ അറിയിച്ചു. 2024-25 ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ പോലും അശ്വിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്നും പ്ലേയിങ് 11-ൽ ഭാഗമല്ലാതെ ബെഞ്ചിൽ ഇരിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പെർത്തിൽ വാഷിംഗ്ടൺ സുന്ദറിന് മുൻഗണന നൽകാൻ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ തീരുമാനിച്ചപ്പോൾ തൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് അശ്വിന് അറിയാമായിരുന്നു. സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന 5ാമത്തെയും അവസാനത്തെയും ടെസ്റ്റിൽ 2 സ്പിന്നർമാരെ കളിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ജഡേജയും സുന്ദറും അദ്ദേഹത്തിന് മുൻപിൽ കളിക്കുമായിരുന്നു. ഇതെല്ലാം അശ്വിനെ വിരമിക്കാൻ നിർബന്ധിതനാക്കി. രോഹിത് പെർത്തിൽ ഉണ്ടായിരുന്നില്ല. സമീപഭാവിയിൽ ടീമിൻ്റെ 1ാം നമ്പർ സ്പിന്നർ വാഷിംഗ്ടൺ സുന്ദർ ആയതിനാൽ അദ്ദേഹം തന്നെ ടീമിൽ കളിച്ചാൽ മതിയെന്ന് ഗംഭീർ തീരുമാനിച്ചു. അശ്വിൻ അദ്ദേഹത്തിൻ്റെ പ്ലാനിൽ പോലും ഇല്ലായിരുന്നു. ഇന്ത്യൻ ടീം വലിയ മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ്. അടുത്ത ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിൾ ഇംഗ്ലണ്ടിലെ ഇന്ത്യയുടെ 5 ടെസ്റ്റ് പരമ്പരയോടെ ആരംഭിക്കും. അശ്വിൻ ടീമിൽ ഇടം പിടിക്കില്ലായിരുന്നു. സാഹചര്യം മനസ്സിലാക്കി അദ്ദേഹം ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീമിനോട് വിട പറയാൻ തീരുമാനിക്കുകയായിരുന്നു.